നമസ്കാരം, sSewBookലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഓൾട്ടറേഷൻ വർക്ക് ആണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു സ്കേർട്ടാണ്. ഈ സ്കേർട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റം പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അറ്റം മുഴുവൻ കേടായിട്ട് ഞാൻ ഈ തുണി അങ്ങ് മുറിച്ചു കളഞ്ഞു. മുഴുവൻ തുണിയെല്ലാം എന്താ പറയുക, നൂലൊക്കെ പൊങ്ങിപ്പോന്ന് ആകെ വൃത്തികേടായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് ഞാൻ മുറിച്ചു കളഞ്ഞു. ഇനി ഇത് നമുക്ക് ഇനി ഒരു ലൈനിങ് വെച്ച് നമുക്ക് ഇത് ഇവിടെ അറ്റാച്ച് ചെയ്യണം. അതായത് ഈ സൈഡ് നിങ്ങൾ കണ്ടോ, ഈ ലൈനിങ്ങിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇതുപോലെ നീറ്റായിട്ട്, ഇത്രയും നീറ്റായിട്ട് സാധിച്ചില്ലെങ്കിലും ഒരു ലൈനിങ് നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യണം, ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ. അല്ലെങ്കിൽ ഇത് ഇനിയും യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, വീണ്ടും ഈ തുണി അങ്ങ് കേടായി പോകും. ഒരു അംബ്രല്ല കട്ടുള്ള സ്കേർട്ടാണ്. ഇതിങ്ങനെ ചെരിച്ച് വെട്ടിയിരിക്കുന്നതാണ്. അപ്പം നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് സ്റ്റെപ്പ് യൂസ് ചെയ്യാൻ പറ്റും. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് വെച്ചിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇത് ബയാ സ്ട്രിപ്പിൻ്റെ ഒരു യൂസ് ആണ്. ഇതിപ്പോൾ ഞാൻ 2 ബയാ സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഈ ബയാ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 13 സെൻറ്റിമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ്ലി, അത് 13 സെൻറ്റിമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ്ലി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ 2 ബയാ സ്ട്രിപ്പും എടുത്തിട്ടുണ്ട്. ആ 2 ബയാ സ്ട്രിപ്പും നീറ്റായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ബയാ സ്ട്രിപ്പ് 2 ബയാ സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ബയാ സ്ട്രിപ്പ് കട്ട് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇത് ബയാ സ്ട്രിപ്പിൻ്റെ ഒരു യൂസ് ആണ്. അപ്പോൾ ഒരു ബയാ സ്ട്രിപ്പ് വെച്ച് വേണം ഇത് ഫിനിഷ് ചെയ്യാനായിട്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യുക, ഇതിനെ തുടങ്ങുമ്പോൾ കുറച്ച് ഭാഗം ഒന്ന് മടക്കി വയ്ക്കുക. അതിനുശേഷം ഇവിടെ അറ്റാച്ച് ചെയ്യുക ഉള്ളിൽ. അതിനുശേഷം ഇത് മടക്കി വീണ്ടും ഇത് ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. അതായത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം മടക്കി അതിനുശേഷം ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതാ ഈ പോർഷനിലാണ് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. തയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലോക്ക് ചെയ്യാം, സ്റ്റിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തയ്ച്ചു പോരാം. തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ തുണിയിലേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ എൻഡിങ് പോർഷനിലേക്ക് എത്താണ്. അപ്പോൾ വീണ്ടും ഇത് നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അവസാനിക്കുമ്പോൾ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ അറ്റം ഒന്ന്, ഇങ്ങനെ ഇരിക്കുന്ന അറ്റം ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ അറ്റം ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് ദേ ഇവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ അരികിനോട് ചേർന്ന് നമ്മൾ ഈ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ എളുപ്പമുള്ള ഒരു ഓൾട്ടറേഷൻ വർക്കാണ് കേട്ടോ. ഇനി ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, പെട്ടെന്ന് തന്നെ ഈ മുകളിലിരിക്കുന്ന ഈ തുണി ഉണ്ടല്ലോ, ഈ പാവാടയുടെ അറ്റം, നമ്മൾ കുട്ടികളുടെ പാവാടയാണ്. അപ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കേടാവും. അപ്പോൾ ഈ ഒരു ഓൾട്ടറേഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ മെഷീൻ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, കൈകൊണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചധികം ഉണ്ട്, കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ കുറച്ചധികം ഉണ്ടാവും. എന്നാലും വേണമെങ്കിൽ ചക്കവേരിലും കഴിക്കുമല്ലോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സ്കേർട്ടിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഒരു കേർവ് ഷേപ്പാണ്. അതുകൊണ്ടാണ് ബയാ സ്ട്രിപ്പ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രിപ്പ് ആവുമ്പോൾ അത് നീറ്റായിട്ട് ഇങ്ങനെ വലിഞ്ഞ് പോരില്ല. അപ്പം ഇത് ഒരു ബയാ സ്ട്രിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗമാണ്. നെക്ക് മാത്രം ഫിനിഷ് ചെയ്യാനാണ് സാധാരണഗതിയിൽ എല്ലാവരും ഈ ബയാ സ്ട്രിപ്പ് യൂസ് ചെയ്യാമെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഏതൊരു കേർവ് ഷേപ്പുള്ള ഏതൊരു ഫാബ്രിക്കും അല്ലെങ്കിൽ ഏതൊരു ഓൾട്ടറേഷൻ വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപയോഗമായിരിക്കും.
ഇതിപ്പോ ഞാൻ ഗ്രീൻ കളറുള്ള ഒരു ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സെയിം കളറുള്ള ത്രെഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ തീരാണ്, എഡ്ജിലേക്ക് എത്തുകയാണ് നമ്മൾ. അപ്പോൾ ഈ സ്റ്റിച്ചസ് എല്ലാം കൂടി ഉള്ളിലേക്ക് അങ്ങ് വെക്കുക. എന്നിട്ട് ഈ സൈഡും കൂടി അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലും കൂടി അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എൻ്റെ ഓൾട്രേഷൻ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഞാനിതിന്റെ മുകളിലേക്ക് കയറ്റി തയ്ക്കാതിരുന്നതാണ് കേട്ടോ. മനഃപൂർവ്വം കയറ്റി തയ്ക്കാതിരുന്നതാണ്. അപ്പോൾ ബയാസ് സ്ട്രിപ്പിന്റെ ഒരു ഉപയോഗമാണിത്. അപ്പൊ എങ്ങനെയാണ് ഒരു ബയാസ് സ്ട്രിപ്പ് കട്ട് ചെയ്യേണ്ടത്, എന്താണ് ഒരു ബയാസ് സ്ട്രിപ്പ്, സ്ട്രെയിറ്റ് സ്ട്രിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.